കോട്ടയം ഇരട്ടക്കൊലക്കേസ് പ്രതി പിടിയിലായി എന്നതാണ്. അസം സ്വദേശിയായ അമിത് ഒറാങ്ങാണ് മാളയിൽ വെച്ച് പിടിയിലായത്. ഷിനോജ് ജസ്റ്റ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ സർവൈലൻസിൽ ഇയാളുണ്ട് എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ, എവിടെ വെച്ചാണ് പിടികൂടിയത്? തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഒറാങ്, അസം സ്വദേശിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ മാളയ്ക്കടുത്ത് മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ സ്ഥലത്തെ ഒരു കോഴി ഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ കോഴി ഫാമിൽ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർക്കൊപ്പമായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. നിർണായകമായ വിവരം കൂടി പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായത്, പ്രതിയിലേക്ക് എത്തിയത് നിർണായകമായത് ഈ മൊബൈൽ ഫോൺ ലൊക്കേഷനാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. കാരണം 10-ലധികം മൊബൈൽ ഫോണുകൾ ഈ പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. അതിലധികം സിമ്മുകളും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മൊബൈൽ ഫോൺ മാറ്റിയാണ് ഇയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ ഇദ്ദേഹം മോഷണത്തിൽ അതായത് കൊല നടത്തിയതിനു ശേഷം ഈ വിജയകുമാറിൻ്റെയും മീരയുടെ ഫോൺ ഈ പ്രതിയായിട്ടുള്ള അമിത് ഒറാങ് അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അതിൽ നിന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ്. അതിൽ നിന്ന് നടത്തിയ അതിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അസം സ്വദേശിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ കോട്ടയത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. പുറപ്പെട്ടോ അന്വേഷണ സംഘം മാളയിൽ നിന്ന്? അന്വേഷണ സംഘം പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പോലീസിൽ നമുക്ക് ലഭ്യമാക്കുന്ന വിവരമെന്ന് പറയുന്നത്. രാത്രി 12:30-ക്കാണ് ഈ പ്രതിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ പോലീസ് പിടികൂടുന്നത്. ആ സമയത്ത് തന്നെ അവിടെ വെച്ച് ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷം കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം കുറ്റം ഇതിനോടകം തന്നെ പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് തന്നെ എന്ത് കാരണത്തിലാണ് ഈ പ്രതി ഇത്തരത്തിലേക്ക് ഒരു കുറ്റം നടത്തിയത് എന്ന് സംബന്ധിച്ച് ഇതിൻ്റെ ഈ മോട്ടീവ് എന്നതാണ് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴൊരു വ്യക്തത നൽകുന്നില്ല. അതേസമയത്ത് തന്നെ രാത്രി 12:30 കൂടി പിടികൂടുന്നു. ഈ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടി. അതിനുശേഷം ഇപ്പോൾ കോട്ടയത്തേക്ക് തിരിച്ചു വരുന്ന ഒരു വഴിയിലാണ്. അല്പസമയത്തിനുള്ളിൽ, ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിയുമായി അന്വേഷണ സംഘം കോട്ടയത്തേക്ക് എത്തും. തുടർന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മാളയിലെ ഈ കോഴി ഫാമിലേക്ക് പോയത് അവിടെ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുള്ള പരിചയക്കാരുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ? ആ ഒരു പരിചയത്തിന്റെ പുറത്താണോ അങ്ങോട്ടേക്ക് തന്നെ പോയത്? തീർച്ചയായും മൂർത്തി, അത് തന്നെയാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ജാർഖണ്ഡ്, അസം മേഖല തുടർന്നുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഈ കോഴി ഫാമിൽ, ഈ മാളയ്ക്കടുത്തുള്ള ഈ കോഴി ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ അവിടെ ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കൊപ്പം ആണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്ന വിവരമാണ് നിലവിൽ പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്നത്. അത്തരത്തിൽ ഏകദേശം ഒരു 12:30 ഒളിവിൽ കഴിയുന്നതിനിടയിലാണ്, രാത്രി 12:30 അടുക്കുന്ന സമയത്താണ് കോട്ടയത്ത് നിന്നുള്ള പോലീസ് ഇവിടേക്ക് എത്തുകയും ഈ പ്രതിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായത് മൊബൈൽ ഫോൺ ലൊക്കേഷനാണ്. കാരണം 10ഓളം മൊബൈൽ ഫോണുകൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും അതുപോലെ തന്നെ ഈ ഭാര്യയായിട്ടുള്ള മീരയുടെയും മൊബൈൽ ഫോണുകൾ ഈ കൊല നടത്തിയതിനു ശേഷം ഇയാൾ അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുമായി ബന്ധപ്പെട്ട് ടവർ ലൊക്കേഷനുകൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അതിക്രൂരമായ കൊലപാതകം എന്തിനാണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഇദ്ദേഹം ചെയ്തതെന്നാണ്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ്, വ്യക്തി വൈരാഗ്യമാണെന്നൊക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് മോട്ടീവ്, എന്തായിരുന്നു ആ മോട്ടീവ് എന്ന് ഇനി അറിയേണ്ടതുണ്ട് ഷിനോജ്. തീർച്ചയായും ഇപ്പോൾ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു പ്രാഥമികമായ പിക്ചർ എന്ന് പറയുന്നത് 3 വർഷം ഈ പ്രതിയായിട്ടുള്ള അമിത് ഒറാങ് ഈ ഓഡിറ്റോറിയത്തിൽ, അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ 3 വർഷത്തോളം സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. ഈ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത സമയത്ത് തന്നെ ഒരു യുവതി, ബംഗാൾ സ്വദേശിയായിട്ടുള്ള, അസം സ്വദേശിയായിട്ടുള്ള, കൃത്യമായിട്ടൊരു സംസ്ഥാനമൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ഒരു അന്യസംസ്ഥാന ജീവനക്കാരിയായിട്ടുള്ള ഒരു യുവതി ഇതേ സമയത്ത് തന്നെ ഈ വിജയകുമാറിന്റെ വീട്ടുജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അത് ഈ അമിത് ഒറാങ്ങിന്റെ ഭാര്യയാണ് എന്നൊരു സംശയം പോലീസിനുണ്ട്. ഒരുപക്ഷെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് എൻ്റെ ഭാര്യയാണ് എന്നാണ് ഈ അമിത് ഒറാങ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ മോഷണ കേസിൽ അമിത് ജയിലിലേക്ക് പോകുന്നു. 5 മാസത്തോളം ഇയാൾ ജയിലിൽ കഴിയുന്നു. തുടർന്ന് ആ സമയത്ത് ഈ യുവതി ഈ അമിത്തിനെ ഉപേക്ഷിച്ച് മറ്റ് അസമിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെ ഈ തൻ്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിൽ ഈ വിജയകുമാറും ഭാര്യയുമാണ് എന്നൊരു അടിസ്ഥാനത്തിലാകും, അതിൻ്റെ ഒരു കാരണം കൊണ്ടാകാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതി എത്തിയതെന്നൊരു പ്രാഥമികമായ നിഗമനത്തിലാണ് നിലവിൽ എന്നും പറയുന്നില്ല ഷിനോജ്. അതിൽ നിന്നും മറ്റൊരുപാട് കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ട്, കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? അതെ, 10-ലധികം മൊബൈൽ ഫോണുകൾ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിലധികം
സിമ്മുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാധാരണ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ഒരു രീതിയല്ല, ഒരു ഓപ്പറേഷൻ അല്ല ഈ കൊലപാതകത്തിൽ ഈ പ്രതി നടത്തിയത്. കാരണം സാധാരണ നമുക്കറിയാം ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്തരത്തിലുള്ള കൊലപാതകമൊക്കെ നടക്കുന്ന സമയത്ത് കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ അവിടെ ഉണ്ട സ്വർണമോ മറ്റു പണമോ ഒക്കെ തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പതിവാണ്. പക്ഷേ ഈ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യയുടെ കഴുത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ പ്രതി എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായുള്ള വിവരമുണ്ടായിരുന്നു. കാരണം ഇതൊരു വ്യക്തി വൈരാഗ്യം, ഇത് മോഷണ ശ്രമമല്ല, കൃത്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് പ്രതി പോയതെന്ന സംശയം പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്റെ കുടുംബം തകർത്തതിന് പിന്നിലുള്ള ഒരു വൈരാഗ്യം അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസുള്ളത്. എന്തായാലും പ്രതിയായിട്ടുള്ള അമിത് ഉറാങ്ങിനെ കോട്ടയം പോലീസ് തൃശൂർ മാളയ്ക്കടുത്തുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് മുൻപ് പല ദിവസങ്ങളിലും ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്ത് കറങ്ങി നടപ്പുണ്ടായിരുന്നു അമിത്. ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ നിർണായകമായ CCTV ദൃശ്യങ്ങൾ, ഈ കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിൽ നിന്ന് വിരലടയാളങ്ങൾ, അങ്ങനെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനായിട്ടുണ്ട്. തീർച്ചയായും അറിയാം. കാരണം ഇതിലേറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മറ്റ് പല വഴികളിലുമൊക്കെ പോകേണ്ട ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് ഈ മകൻ ഗൗതവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മകന്റെ ദുരൂഹ മരണം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിലേറ്റവും നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. കാരണം ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീടിന് പുറകിലായിട്ട് 1-2 വീടുകളുണ്ട്, 2 കടകളുണ്ട്. ആ കടകളിൽ നിന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ കൊല ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ്, ഏകദേശം 10-15 മിനിറ്റുകൾക്ക് മുൻപ്, അതായത് 1 മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് അയൽക്കാരിൽ നിന്ന് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഈ അമിത് ഉറാങ് നടന്നു പോകുന്നത് CCTV ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കൊല നടത്തിയതിനു ശേഷം അമിത് ഉറാങ് തിരിച്ചു നടന്നു വരുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ട്. അത്തരം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് കൊല നടത്തിയത് അമിതാണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് വിരലടയാളം പോലീസ് പരിശോധിച്ചത്. പ്രത്യേകിച്ച് കോടാലിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റ് അത് പോലീസ് മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നേരത്തെ തന്നെ അമിത് പോലീസിന്റെ കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. പ്രത്യേകിച്ച് ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട്, മൊബൈൽ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്ത സമയത്ത് തന്നെ ഈ അമിത്തിന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി മാച്ച് ചെയ്ത സമയത്ത് അത് മാച്ചായി, കണക്റ്റായി. അതായത് കോടാലിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റും അമിത്തിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ചായി. അങ്ങനെയാണ് ഈ കൊല നടത്തിയത് അമിത് ആണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. കാരണം വളരെ ആസൂത്രിതമായി ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോഴും പല ഭാഗത്തും ഈ പ്രതിക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, വിരലടയാളം കൃത്യമായി ലഭ്യമാകുന്ന തരത്തിൽ ആയുധം ഉപേക്ഷിക്കുന്നു, മൊബൈൽ ഫോൺ ഓഫാക്കാതിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ കൊല നടത്തുക എന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തിക്കൊണ്ട് മാത്രം അത് ചെയ്യുക എന്നതിനപ്പുറം ഒരു കവർച്ചാ ശ്രമം ഉണ്ടാകുന്നില്ല. അതിക്രൂരമായ വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് കൊല ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സൈക്കോ കില്ലർ എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിനോജ്, തീർച്ചയായും മോത്തി, അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഒരു മോട്ടീവുമില്ല. കാരണം ഭാര്യ പിണങ്ങിപ്പോയി, അത്തരത്തിലൊരു യുവതി പിണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലൊരു വൈരാഗ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ പിക്ചർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് പോലീസിന്റെ നിലവിലെ പ്രാഥമിക നിഗമനം അത് തന്നെയാണ്, കുടുംബം തകർത്തതിന് പിന്നിലുള്ള ഒരു വൈരാഗ്യം എന്ന നിലയിൽ തന്നെയാണ്. അത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ 2 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക, അത് ക്രൂരമെന്ന് പറഞ്ഞാൽ മഴ ഉപയോഗിച്ച് അവരുടെ തലയ്ക്ക് ആദ്യം അടിക്കുക, തുടർന്ന് ആ രീതിയിൽ വലിയ രീതിയിൽ മൃഗീയമായി ഇതിലുള്ള ഒരു കൊലപാതകം നടത്തുക, അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുക എന്ന രീതിയിലായിരുന്നു നടത്തിയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പക്ഷേ കോടതിയിലെത്തുന്ന സമയത്ത് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ വീടിനകത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. കാരണം ഈ കൊല നടത്തിയത് ഉൾപ്പെടെ വീടിനകത്ത് 16 CCTV ക്യാമറകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ വീടിനകത്തുള്ള CCTV ദൃശ്യങ്ങളുടെ DVR ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് ഇതിനോടകം തന്നെ അവിടെ നിന്ന് മോഷ്ടിച്ച് മറ്റെവിടെയോ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ CCTVകൾ, അതായത് ഈ കൊല നടത്തിയതിനു ശേഷം ഈ ലോഡ്ജിലേക്ക് താൻ ബുക്ക് ചെയ്തിരുന്ന 3 ദിവസം താമസിച്ചിരുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുൻപിലായിട്ടുള്ള ലോഡ്ജിലേക്ക് പ്രതി എത്തുന്നു. പ്രതി എത്തിയ സമയത്ത് പ്രതിയുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മുടെ നാടിനെ ഇന്നലെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലെ പ്രതി അസം സ്വദേശിയായ അമിത് ഉറാങ്ങിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. മാളയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ആ പ്രതിയെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൂടുതൽ പരിശോധനകൾക്കായി കോട്ടയത്തേക്ക് കൊണ്ടുവരികയാണ്.